കോഴിക്കോട് വടകര സ്വദേശിയായ ഫിറോസ് എന്ന ഒരു സഹോദരനെയും പത്തനംതിട്ട പന്തളം സ്വദേശിയായ അൻഷാദ് എന്ന സഹോദരനെയുമാണ് യുപിയിലെ പോലീസ് തട്ടിക്കൊണ്ടുപോയി 5 ദിവസത്തോളം നിയമവിരുദ്ധ തടങ്ങളിൽ വെച്ച് അതിക്രൂരമായവരെ പീഡിപ്പിച്ച് പോലീസ് രംഗത്ത് വരികയായിരുന്നു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട വസ്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് യുപി പോലീസ് പ്രദർശിപ്പിക്കുകയും വാർത്താ സമ്മേളനത്തിൽ വിവരിക്കുകയും ചെയ്തിട്ടുള്ളത്. 16ഓളം സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു അത്രേ. നാം ഒന്ന് ചിന്തിക്കണം. യുപി പോലീസ് ഇവിടെ വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരി 11-ാം തീയതി ബീഹാറിലെ കത്തിഹാറിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലേക്ക് കയറുന്ന ഈ 2 മലയാളികളായ ചെറുപ്പക്കാരുടെ കൈവശവും അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ബാഗിനപ്പുറം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒന്നും കണ്ടെത്തുവാനോ തെളിവുകൾ ഹാജരാക്കുവാനോ ഇന്നേ വരെ യുപി പോലീസിനെ കൊണ്ട് സാധ്യമായിട്ടില്ല. എന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തീവണ്ടിയിലൂടെ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ വിവരമില്ലാത്ത RSSകാർ തയ്യാറായേക്കും. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ തയ്യാറല്ല. കാരണം നാടിന്ന് വിലയും രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലാത്ത, രാജ്യസുരക്ഷ ഒരു ഭീഷണിയും ഉയർത്തിയിട്ടില്ലാത്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ 16ഓളം അതിമാരകമായ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ മന്ദബുദ്ധികളല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. പിന്നെ ആരാണത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ കേരളത്തിൽ പോലും ഏകദേശം ഒരാഴ്ചക്കിടയിലുള്ള വാർത്തകൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദുർഗാവാഹിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ കോഴിക്കോടും പാലക്കാടും എറണാകുളത്ത് പറവൂരും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കൈവശം വയ്ക്കുകയും അതുമായി പലയിടങ്ങളിലേക്കും യാത്ര ചെയ്യുകയും ചെയ്തപ്പോൾ കേരളത്തിലെ പോലീസ് പിടികൂടുകയുണ്ടായി. കലാപങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് സംഘപരിവാരമാണ് ഈ രാജ്യത്തെ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാരമാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കൊണ്ടിരിക്കുന്നത്. നാളുന്നവരെയും ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനെ പോലും ഇപ്രവർത്തനത്തിൽ കൃത്യമായ രേഖകളോടുകൂടി പിടികൂടാൻ പറ്റിയിട്ടില്ല. യുപി പോലീസ് പറയുന്നു 16ഓളം സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു അത്രേ. പിന്നെ ഡിറ്റനേറ്ററുകൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പൊലിപ്പിക്കുകയാണ്. തീവ്രവാദ കേസുകളിലും ഭീകരവാദ കേസുകളിലും ഒക്കെ ആരെങ്കിലും ഒക്കെ എവിടെ നിന്ന് പിടികൂടിയാൽ ഉടൻ തന്നെ പോലീസ് നിരത്തുന്നത് ഇങ്ങനെയുള്ള കാര്യകാരണങ്ങളൊക്കെയാണല്ലോ. ഡിറ്റനേറ്ററുകൾ ഉണ്ടായിരുന്നു, അവരുടെ കൈവശം തോക്കുകൾ ഉണ്ടായിരുന്നു, വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കണം, ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇവിടെ കരുനാഗപ്പള്ളിയിൽ അല്ലെങ്കിൽ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പോലും ഇപ്രകാരം മാരക ആയുധങ്ങളുമായി ആരെങ്കിലും കടന്നു വന്നാൽ അവരെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടുന്നത് റെയിൽവേ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പലയിടങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട് എന്നിരിക്കെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ യാതൊരുവിധ ഗൗരവമില്ലാതെ നിസാരമായിട്ട് പോലീസിന്റെ കണ്ണിൽപ്പെടുന്ന നിലയിൽ ഇതൊക്കെ അങ്ങ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വിവരമുള്ളവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു. 12 റെയിൽവേ ടിക്കറ്റുകൾ. സ്വാഭാവികമായും നിരന്തരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ കൈവശം റെയിൽവേ ടിക്കറ്റുകൾ ഉണ്ടാകും. അതൊക്കെ ഭീകരവാദത്തിന്റെ അടയാളമാണോ? 4 ATM കാർഡുകൾ 2 പേരുടെ കൈവശത്ത് നിന്ന് പിടികൂടി. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെയും അവരുടെ പേഴ്സുകളും എടുത്ത് പരിശോധിച്ചാൽ 1-ലധികം ATM കാർഡുകൾ ഉറപ്പായും കൈവശമുണ്ടാകും. ഇതൊക്കെ ഭീകരവാദത്തിന്റെ അടയാളമാണോ? മെട്രോ കാർഡുകൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്കും അതേപോലെ മെട്രോ സിറ്റികളിലേക്കും നമ്മൾ പോയാൽ സഞ്ചാര സൗകര്യത്തിന് വേണ്ടി കയ്യിൽ മെട്രോ കാർഡുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. പെൺഡ്രൈവുകൾ കൈവശം വെച്ചിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും തെളിവുകൾ നിരത്തിയിട്ട് നിരപരാധികളായ ചെറുപ്പക്കാരെ ഭീകരവാദികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യുപി പോലീസും സംഘപരിവാരവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ആരോപണങ്ങളാണ്!
അൻഷാദ് എന്ന പന്തളത്തുള്ള ഈ സംഘടനയുടെ പ്രവർത്തകൻ അവനൊരു ബ്ലാക്ക് ബെൽറ്റുകാരനായിരുന്നു അത്രേ. അതിപ്പോ ഈ രാജ്യത്തിന് വിരുദ്ധമായ കാര്യമൊന്നും അല്ലല്ലോ ഒരു ചെറുപ്പക്കാരൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെന്താ? അതുകൊണ്ട് തന്നെ അൻഷാദ് പ്രസ്ഥാനത്തിന്റെ ആക്രമണ വിഭാഗം മേധാവിയായിരുന്നു എന്നാണ് ജന്മഭൂമിയും ജനം ചാനലും ഒക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫിറോസ് മാരകമായ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ്. പ്രസ്ഥാനത്തിന്റെ ആക്രമണ വിഭാഗം ഡിവിഷണൽ ചീഫ് കമാൻഡറാണ്. ഇതൊക്കെ ഇങ്ങനെ പറയാണ്. നമ്മൾ നോക്കണം, നിസ്സാരമായി ചെറുപ്പക്കാരെ ഭീകരവാദികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൈനാഗപ്പള്ളിക്കാർക്ക് ICS-കാർക്ക് അതിന്റെ കഥകളൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഈ നാടിന്റെ മുത്തായ കേരളക്കാരുടെ ഹൃദയത്തിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുപോലെ എത്രയോ രാവുകളിൽ മതപ്രഭാഷണ വേദികളിലും പൊതുപ്രഭാഷണ വേദികളിലുമൊക്കെ തീതുപ്പുന്ന പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവനായ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി, നിരപരാധിയായ വികലാംഗനായ രോഗിയായ പൊതുപ്രവർത്തകനായ മതപ്രഭാഷകനായ അബ്ദുൽ നാസർ മഅദനിയെ ഒരൊറ്റ രാത്രി കൊണ്ട് ഭീകരവാദിയാക്കാൻ സംഘപരിവാര അനുകൂല പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇവിടെ സാധ്യമായിട്ടുണ്ട്. 20 വർഷത്തിലേറെ അദ്ദേഹം നിരപരാധിയായി അനന്തമായി നീളുന്ന വിചാരണ പ്രഹസനങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കള്ളക്കഥകളിൽ കുടുക്കപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാർ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ കഥനകഥകൾ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കേണ്ടതില്ല എന്ന കൃത്യമായ ബോധം വിനീതനുണ്ട്. എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞു വരുത്തിയത്? NDF എന്ന തീവ്രവാദ പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടപ്പോൾ SDPI എന്ന മറ്റൊരു ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് കുടിയേറി പാർത്തവരാണ് ഇവരെന്നാണ് ജന്മഭൂമി അച്ചുനിരത്തിയിരിക്കുന്നത്. നമ്മൾ നോക്കണം, NDF എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. 1990-കളിൽ ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരം അരങ്ങുവാണ് കൊണ്ടിരിക്കുമ്പോൾ പള്ളികൾ തകർത്തുകൊണ്ട്, കലാപങ്ങൾ നടത്തിക്കൊണ്ട്, മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ട്, ഭയപ്പാടിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സംഘപരിവാരം ഇവിടെ അരങ്ങുവാണ് കൊണ്ടിരിക്കുമ്പോൾ ഈ സംഘീയാക്രമണത്തെ പ്രതിരോധിക്കാൻ ഈമാനുള്ള നട്ടെല്ലിനുറപ്പുള്ള ചെറുപ്പക്കാർ വേണമെന്നുള്ള ബോധത്തോടുകൂടി ദീർഘവീക്ഷണമുള്ള ദിശാബോധമുള്ള സമുദായത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള നായകന്മാർ, നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിനടുത്ത് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ NDF-ന് രൂപം കൊടുക്കുകയുണ്ടായി. സമാന ചിന്താഗതിയോടുകൂടി തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മനിത നീതി പാസറൈ MNB എന്ന പേരിൽ മറ്റൊരു സംഘം വരികയുണ്ടായി. അതുപോലെ തന്നെ കർണാടകയിൽ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന പേരിൽ KFD എന്ന മറ്റൊരു പ്രസ്ഥാനവും ഉണ്ടായി. എന്നാൽ നാളുകൾക്ക് ശേഷം സമാന ചിന്താഗതിക്കാരായ ഈ 3 പ്രസ്ഥാനങ്ങളും NDF-ഉം MNB-യും KFD-യും ഒന്നുചേർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറുകയും രാജ്യത്തിന്റെ 17-ലധികം സംസ്ഥാനങ്ങളിൽ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ NDF എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിന്നുവരെയും നിരോധിക്കപ്പെട്ടിട്ടില്ല. അത് പോപ്പുലർ ഫ്രണ്ടായി വളർന്നു വലുതാവുകയായിരുന്നു. അവർ NDF നിരോധിച്ചപ്പോൾ SDPI-യിലേക്ക് ചേർന്നു അത്രേ. എന്താ SDPI? ഈ രാജ്യത്തെ കോൺഗ്രസിനെ പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ, മുസ്ലിം ലീഗിനെ പോലെ, PDP-യെ പോലെ, ഈ രാജ്യത്തുള്ള മറ്റു പ്രസ്ഥാനങ്ങളെ പോലെ നിയമത്തിനനുസരിച്ചുകൊണ്ട് കൃത്യമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. പക്ഷേ 2 ചെറുപ്പക്കാരെ പിടികൂടിയിട്ട് അവരിലൂടെ എത്ര പ്രസ്ഥാനങ്ങളെയാണ് വലിച്ചിറച്ചു കൊണ്ടുവരുന്നത്, എത്ര പ്രസ്ഥാനങ്ങളെയാണ് ഭീകരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ പ്രവർത്തകർ കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയി അവിടെ പോയി ഭീകരവാദത്തിന്റെ പാഠങ്ങൾ പഠിച്ചിട്ട് വസന്ത പഞ്ചമിക്ക് ആക്രമണം നടത്താൻ വേണ്ടി വന്നതായിരുന്നു അത്രേ. ഇതൊക്കെ ഇങ്ങനെ സംഘപരിവാരം നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്തുത എന്ത് എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം.
ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുന്നു, ഭീകരവാദികൾ എന്നുള്ള നിലയിൽ UP പോലീസ് പിടികൂടിയ ഫിറോസും അൻഷാദും എന്ന 2 സഹോദരങ്ങൾ, അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തന്നെയാണ്. അവരോടൊപ്പം ചില ബോംബുകൾ കെട്ടിവെക്കുമ്പോൾ, അവരോടൊപ്പം തോക്കുകളും വെടിയുണ്ടകൾ വെക്കുമ്പോഴും ഞങ്ങളുടെ 2 പ്രവർത്തകരെ തള്ളിക്കളയാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് ഒന്നാമതായി തന്നെ പറയുന്നു, അവർ ഞങ്ങളുടെ പ്രവർത്തകരാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ പോരാട്ടങ്ങൾ നടത്തി UP പോലീസിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നവർക്ക് മോചനം കൊടുത്ത് കേരളത്തിന്റെ മണ്ണിൽ അവർ കാലുകുത്തുന്നത് വരെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇൻഷാ അല്ലാഹ് വിശ്രമമില്ലാത്ത പോരാട്ടം നടത്തുക തന്നെ ചെയ്യും. അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തന്നെയാണ്. ഈ പ്രസ്ഥാനം 17ഓളം സംസ്ഥാനങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിർഭയത്വം നൽകുന്നതിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നീതിയുടെ പോരാളികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തകർക്ക് സഞ്ചരിക്കേണ്ടി വരും. ആശയ പ്രചരണത്തിന്റെ ഭാഗമായി അൻഷാദും ഫിറോസും പലയിടങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടി വരും. ഈ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തടയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. രാജ്യത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. എന്ന് മാത്രമല്ല, ആശയ പ്രചരണം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾക്കെതിരെ ആശയ പ്രചരണം നടത്തുന്ന പ്രസ്ഥാനമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്നുവരെയും തടയപ്പെട്ടിട്ടുമില്ല. ഞങ്ങളുടെ പ്രവർത്തകരാണവർ. കഴിഞ്ഞ ഫെബ്രുവരി 11-ാം തീയതി ബീഹാറിലെ കത്തിഹാറിൽ നിന്നും അവർ തീവണ്ടി കയറി. എന്തിനാണ്? മഹാരാഷ്ട്രയിലെ ബോംബെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടത്തേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. ബോംബെയിലേക്കാണ് അവർ പോകുന്നത്. അതിനുവേണ്ടി ടിക്കറ്റ് എടുത്ത് 11-ാം തീയതി യാത്ര തിരിച്ചവരാണവർ. UPയിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമാണുള്ളത്. എന്നാൽ 11-ാം തീയതി യാത്ര തിരിച്ച ആ സഹോദരങ്ങളെ അവിടുത്തെ കുടുംബക്കാർ, അവരുടെ ഭാര്യ ഫോൺ ചെയ്തിട്ട് 11-ാം തീയതി അവരെ ലൈനിൽ കിട്ടുന്നില്ല. സ്വാഭാവികമായി നമുക്കറിയാം, ട്രെയിനിലെ യാത്രയല്ലേ, ഒരുപക്ഷെ റേഞ്ച് ഇല്ലാതെയാകും, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയേക്കാം. വീട്ടുകാർക്ക് ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ല. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ബന്ധപ്പെട്ടു, കിട്ടുന്നില്ല. പിന്നെ സംഘടനയുമായി ബന്ധപ്പെട്ടു. സംഘടനയും അവരെ അന്വേഷിച്ചപ്പോൾ അവരെ എവിടെ എത്തി, അവരെത്തേണ്ടെന്ന സമയമായിട്ടും അവരെ കിട്ടുന്നില്ലല്ലോ. സംഘടനയും അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അവസാനം ഈ സഹോദരന്മാരുടെ കുടുംബം ഫെബ്രുവരി 15-ാം തീയതി പന്തളം സ്വദേശി അൻഷാദിന്റെ ഭാര്യയും കുടുംബവും പന്തളം പോലീസിൽ കേസ് കൊടുത്തു. അൻഷാദിനെ കാണാനില്ല, ആരോ തട്ടിക്കൊണ്ടുപോയി. തൊട്ടടുത്ത ദിവസം 16-ാം തീയതി ഫിറോസിന്റെ കുടുംബവും വടകരയിൽ കേസ് കൊടുത്തു, ഫിറോസിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ഓർക്കണം, ഈ കുടുംബം പരാതി കൊടുക്കുകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൃത്യമായ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയും ചെയ്തു എന്നറിഞ്ഞതുകൊണ്ട് മാത്രം പോപ്പുലർ ഫ്രണ്ട് ഡേ ആഘോഷിക്കുന്ന ഫെബ്രുവരി 17-ന് ഒരു ദിവസം മുമ്പ് UP പോലീസ് പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതരായി. ഇവർ 2 പേരും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ആയുധങ്ങളുമായി ഇവർ പിടിക്കപ്പെട്ടു. ഇവർ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അതല്ല എങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ കാണേണ്ടി വരുന്നത്? പലപ്പോഴും UPയിലും മറ്റു പലയിടങ്ങളിലും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ 5 ദിവസം നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട ഈ ചെറുപ്പക്കാർ പിന്നീട് ഏതെങ്കിലും ഒരു പട്ടാപ്പകലിൽ തിരക്കേറി ഏതെങ്കിലും റോഡിന്റെ ഭാഗത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിന്റെയോ കെട്ടിടങ്ങളുടെ ഉള്ളിലോ, അല്ലെങ്കിൽ ആളൊഴിഞ്ഞതായ ഏതെങ്കിലും മരുപ്പറമ്പിലോ കാട്ടിലോ UP പോലീസിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നെഞ്ചത്ത് വെടിയുണ്ട ഏറ്റുവാങ്ങി മരിച്ചു വീഴുകയും ഇവർ ആക്രമിക്കാൻ വന്നവരാണ്, ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന വ്യാജ ആക്രമണത്തിന്റെ ന്യൂസ് വരികയും അല്ലെങ്കിൽ എൻകൗണ്ടർ കൊലപാതകത്തിന്റെ വാർത്ത വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രം ഈ പ്രസ്ഥാനത്തിന്റെയും അവരുടെ കുടുംബത്തിന്റെയും ഇടപെടൽ കൊണ്ട് UP പോലീസിന് അവരുടെ കസ്റ്റഡിയിൽ ഈ ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ നിർബന്ധാവസ്ഥയിലെത്തേണ്ടി വന്നു. എന്റെ സഹോദരങ്ങളെ,
ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നതായ വസ്തുത. പക്ഷെ നാം ഒന്ന് തിരിച്ചറിയേണ്ടുന്നത്, യു പി പോലീസിന്റെ നേതൃത്വത്തിൽ, യു പിയിലെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധത്തിന്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ആക്രമണ പരമ്പരകളുടെയും ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഫിറോസിന്റെയും അൻഷാദിന്റെയും അറസ്റ്റും അവരുടെ മേലുള്ള വ്യാജ കുറ്റങ്ങളുമൊക്കെ. യു പിയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ളത് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ്. ഇന്ത്യ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ ഏറ്റവും ക്രൂരനായ, ഏറ്റവും മോശമായ കേസുകളുള്ള, ഏറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് തന്നെയാണ്. അയാളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള മുഖ്യമന്ത്രിമാരിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് നിർത്താൻ പറ്റുന്നത്. നിസ്സാര കേസൊന്നുമല്ല, വണ്ടിക്ക് കല്ലെറിഞ്ഞതോ സമരം നടത്തിയതോ ഒന്നുമല്ല. അതിഭയങ്കരമായ കലാപങ്ങൾക്ക് ആഹ്വാനം നടത്തിയ കേസുകൾ ഉൾപ്പെടെ, കൊലപാതക ശ്രമങ്ങളും അതിനോടനുബന്ധിച്ച കേസുകളും ഉൾപ്പെടെ വലിയ വലിയ ഭീകരമായ കേസുകളുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിലവിൽ 35 MLA-മാർ വർഷങ്ങളോളം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുവാനുള്ള നിലയിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അതേപോലെ യു പിയിലെ 81 മുൻ MLA-മാർ ഇതേപോലെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുവാനുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. യു പിയിലെ എത്രയോ MP-മാർ വലിയ വലിയ കലാപങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പ്രതികളാക്കപ്പെട്ടുകൊണ്ട് ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് നിരപരാധികളായ 2 ചെറുപ്പക്കാരെ പിടിച്ചിട്ട് അവരെ ഭീകരവാദികളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഓരോ 90 മിനിറ്റുകളിലും ഓരോ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. 6ഉം 7ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കപ്പെടുന്നു, അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അവർ തടിയും വടിയും കൊണ്ട് തല്ലിക്കൊല ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഭീകരവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഓരോ 2 മണിക്കൂറുകളിലും ഓരോ സ്ത്രീകൾ വീതം ബലാത്സംഗം ചെയ്യപ്പെടുന്ന, സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാത്ത, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത, സ്വസ്ഥമായി വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത നിലയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വിള്ളൽ വന്നിരിക്കുന്ന, ഓരോ 2 മണിക്കൂറുകളിലും ഓരോ സ്ത്രീകൾ വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന, ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ആദിത്യനാഥ് ഭരണം നടത്തുന്ന ഉത്തർപ്രദേശ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയുക. ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ ഏറ്റവും കുറഞ്ഞത് 150 കേസുകൾ ഓരോ ദിവസവും ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 150 സ്ത്രീകളെ ആക്രമിച്ച കേസ്. നമ്മൾ നോക്കണം, അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടോ? അവിടെ ഒരു പോലീസ് സംവിധാനമുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യാജ ഏറ്റുമുട്ടലുകളും തല്ലിക്കൊലകളും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ യു പിയിലാണ്. പശുവിറച്ചി കൈവശം വെച്ചു എന്ന പേര് പറഞ്ഞ്, പശുവിറച്ചി തിന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട്, അതേപോലെ തെരുവോരങ്ങളിൽ പുഴുവെടുത്ത് ചീഞ്ഞു മാറുന്നതായ പശുവിന്റെ ശരീരങ്ങൾ വഴിവക്കിൽ കിടക്കുമ്പോൾ, ആ പശുവിന്റെ ശരീരം സംസ്കരിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ, ആ പശുവിന്റെ ശരീരത്തിൽ ചീഞ്ഞളഞ്ഞു മാറുന്ന ശരീരത്തിലെ തോലുരിച്ചെടുത്ത് ബാക്കിയുള്ള ഭാഗം കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഈ തോല് കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തുകൊണ്ട് കിട്ടുന്നതായ 200-300 രൂപ കൊണ്ട് ഒരാഴ്ച കുടുംബത്തിന്റെ പട്ടിണി മാറ്റാമല്ലോ എന്ന് കരുതുന്ന പാവപ്പെട്ട ദലിതുകളായ സഹോദരങ്ങൾ ഈ പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ പട്ടാപ്പകലിൽ പൊരിവെയിലത്ത് പരിപൂർണ നഗ്നരായി പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് ബെൽറ്റ് കൊണ്ടും തടി കൊണ്ടും മടി കൊണ്ടും മാറി മാറി അവിടെ അവിടിച്ച് അവശരാക്കുന്ന നിലയിൽ തല്ലിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അവർണ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളെ നിസ്സാരമായ കേസുകൾ ആരോപിച്ചുകൊണ്ട് പരിപൂർണ നഗ്നരായി പരസ്യമായി അവരെ വിചാരണ ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത
ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സാധാരണ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാനം എന്ന് പറയുന്നത്. ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇരകൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ആ ബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തതായ ഇരകളെ വകവരുത്തുവാനും നശിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായ ഒരു ഭരണ സംവിധാനമാണ് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ആയിരക്കണക്കിന് വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ 63 ആളുകളെ കൊന്നുകളഞ്ഞ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസാണ് ആദിത്യനാഥിന്റെ യുപിയിലെ പോലീസ് സംവിധാനം. 63 പേരെ കൊന്നുകളയുക, ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് സംവിധാനം മറ്റെവിടെയുണ്ട് എന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലാ കളക്ടർമാര് പൊതുജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ അക്കൂട്ടത്തിൽ ആദിത്യനാഥിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ 63 പേരെ വെടിവെച്ചു കൊന്നു എന്നുള്ളത് വലിയ ഭരണനേട്ടമായി പ്രത്യേകം എടുത്തു പറയണമെന്ന് എല്ലാ ജില്ലാ കളക്ടർമാർക്കും ആദിത്യനാഥിന്റെ ഉത്തരവ് വന്നിരിക്കുകയാ. കുറ്റങ്ങൾ ചെയ്യുന്നു, അക്രമങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ചെയ്തതൊക്കെയും ഭരണനേട്ടമായി ഉയർത്തിപ്പിടിക്കുന്ന, വികസനമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നത്. ആ നാട്ടിൽ സമാധാനം എന്ന് പറയുന്നതുണ്ടോ? ആ നാട്ടിൽ സവർണർമാർക്കല്ലാതെ സ്വാതന്ത്ര്യം എന്ന് പറയാനുണ്ടോ? യുപിയിൽ നടക്കുന്നതായ പല അക്രമങ്ങളെയും മറച്ചു പിടിക്കുവാനും യുപിയിൽ RSS വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും RSS വൽക്കരണം കൊണ്ടുവരുവാനും വേണ്ടിയിട്ടാണ് സംഘപരിവാരം ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്രകാരമുള്ള മാരകവും ഭീകരവുമായ കുറ്റകൃത്യങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം, നാളെന്നുവരെയും ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയെ ഗുജറാത്താക്കി മാറ്റണമെന്നാണ്, കേരളത്തെ ഗുജറാത്താക്കി മാറ്റണമെന്നാണ്, ഗുജറാത്ത് മോഡൽ വികസനം നടത്തപ്പെടണമെന്നാണ്. ഗുജറാത്തിൽ വലിയ വികസനമൊന്നും നടത്തപ്പെട്ടത് കൊണ്ടല്ല, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഗുജറാത്ത് വലിയ കുതിച്ചുയർന്നത് കൊണ്ടൊന്നുമല്ല. ജപ്പാനിലെയും അമേരിക്കയിലും മന്ത്രിമാര് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ വഴിവക്കുകളിൽ കയറിക്കിടക്കാൻ കിടക്കാടും പോലും ഇല്ലാതെ ബെഡ്ഷീറ്റ് വലിച്ചു കെട്ടി ചെന്തി കെട്ടി കിടക്കുന്ന പാവങ്ങളെ വരെ കണ്ണിൽപ്പെടാതിരിക്കാൻ വലിയ ഫ്ലെക്സുകൾ കൊണ്ട് മറച്ചു പിടിച്ച ഗുജറാത്തിൽ ഈ പറയുന്നത് പോലെ വികസനങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്ന ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ നിസാരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കലാപങ്ങൾ നടത്തി, പരിപൂർണ ഗർഭിണികളെ വയറുകീറിക്കൊന്ന കലാപങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊന്ന കലാപങ്ങൾ, പള്ളികളും മദ്രസകളും തകർത്ത് കളഞ്ഞ, പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, പാവപ്പെട്ടവരെ വ്യക്തിയും അടിച്ചും കൊന്നും തീയിട്ട് കരിച്ചു കളഞ്ഞതായ നരേന്ദ്രമോദിയുടെ മോഡലിലുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലെ മുസ്ലിമുകളെ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നാം അറിയുക, ഇപ്പൊ ഗുജറാത്ത് മോഡൽ എന്നുള്ളത് സംഘപരിവാരം മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത UP മോഡലാണ് അവർ പിടികൂടാൻ പോകുന്നത്. UP മോഡൽ, ആദിത്യനാഥിന്റെ ഭരണ സംവിധാനം. വർഗീയത കൊണ്ട് കൂറുതെളിയിക്കുന്നവർക്കൊക്കെ പ്രധാനമന്ത്രി പദവും അവർക്കൊക്കെ ആഭ്യന്തര വകുപ്പും മറ്റ് സ്ഥാനമാനങ്ങളുമൊക്കെ സംഘപരിവാരം ഒഴിച്ചിടുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സ്വഭാവം കൊണ്ടും സംസ്കാരം കൊണ്ടും ഏറ്റവും വലിയ വർഗീയവാദി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന യുപിയിലെ യോഗി ആദിത്യനാഥ് തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ BJPയുടെ സുരേന്ദ്രൻ നയിക്കുന്നതായ വിജയ് യാത്ര എന്ന പേരിൽ ഒരു യാത്ര കാസർഗോട്ട് നിന്ന് തുടക്കം കുറിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത് കേരളത്തിൽ UP മോഡലാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. കലാപങ്ങളിലൂടെയും കലാപ ആഹ്വാനങ്ങളിലൂടെയും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥ് കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ താങ്കൾ ഇവിടെ കാലുകുത്താൻ പാടില്ല, യോഗി ആദിത്യനാഥ് കേരളം വിട്ടു പോവുക എന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് പട്ടാപ്പകൽ അയാൾക്കെതിരെ സമരം നടത്താൻ ആർജവം കാണിച്ച ഒരേ ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായി എങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രമായിരുന്നു എന്ന് അഭിമാനബോധത്തോടു കൂടി നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം
അതിന്റെ അപകടം ഈ പ്രസ്ഥാനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എന്താ സഹോദരങ്ങളെ യോഗി ആദിത്യനാഥിന്റെ യുപിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, രാജ്യം മുഴുവനും NRC CAA വിരുദ്ധ സമരങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. പല സംസ്ഥാനങ്ങളിലും പല നിലയിലും നടക്കുകയുണ്ടായി. അതിൽ രാജ്യത്തിനു പുറത്തുപോലും കടന്ന് ലോകസഭയെ ആകർഷിച്ച സമരങ്ങളായിരുന്നു യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നടന്നിരുന്നത്. സമാധാനപരമായി നടത്തപ്പെട്ടുകൊണ്ടിരുന്ന ആ സമരങ്ങളെ ഉത്തർപ്രദേശ് സർക്കാരും പോലീസും എങ്ങനെയാണ് നേരിട്ടിരുന്നത്? പാവപ്പെട്ട സമാധാനപരമായി നടന്നുപോയിരുന്ന സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ അതിക്രൂരമായ നിലയിൽ UP പോലീസ് നേരിടുകയും 23 നിരപരാധികളായ മുസ്ലിമുകളെ അവർ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുകയുണ്ടായി. UPയിൽ നിരപരാധികളെ അതിക്രൂരമായി വെടിവെച്ചു കൊന്നുകളയുക എന്ന് മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ മയ്യത്തുകൾ ഒറ്റവർക്കോ ഉടയവർക്കോ വിട്ടുകൊടുക്കാതെ, അവസാനമൊന്ന് കാണാൻ പോലുമുള്ള സാഹചര്യം ഒരുക്കാതെ ഈ ജനാസകൾ UPയിലെ യോഗിയുടെ സംഘി പോലീസ് രാത്രിയുടെ നിശബ്ദതയിൽ എവിടേക്കോ കൊണ്ടുപോയി സംസ്കരിച്ച് നശിപ്പിച്ചു കളയുകയായിരുന്നു. ഇനി പരിക്ക് പറ്റിയ ആരെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സ തേടി വന്നാൽ NRC വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്ത ഒരാളെയും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് സർവ്വ ഹോസ്പിറ്റലുകളിലേക്കും UP പോലീസ് ഉത്തരവിറക്കുകയുണ്ടായി. ഇനി ആരെയെങ്കിലും ഈ ഉത്തരവ് മറികടന്നുകൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ അടുത്ത നിമിഷം ആ ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വരും. നമ്മളൊന്ന് ഓർത്തുവൊക്കെ, ഒരു രാജ്യത്തെ പോലീസ് സംവിധാനം. എന്നിട്ട് ഇനി ആർക്കെങ്കിലും അഡ്മിറ്റ് ആവണമെങ്കിൽ അവർ എഴുതി ഒപ്പിട്ട് നൽകണം, ഞങ്ങൾക്കൊരു പരാതിയുമില്ല, ഇവിടുത്തെ പോലീസ് ഞങ്ങളെ വെടിവെച്ചിട്ടില്ല, ഇവിടുത്തെ ഭരണകൂടം ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടുത്തെ RSS ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കണമായിരുന്നത്രേ. കണ്ണിൽ കണ്ടവർക്കെല്ലാം എതിരെ കേസാണ്. ഒരു ദിവസം 1 ലക്ഷം FIR ഉൾപ്പെടെയാണ് UP പോലീസ് NRC വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്തത്. ഒരു ദിവസം 1 ലക്ഷം കേസ് വീതം. കേസെടുത്തിട്ട് എന്ത് ചെയ്യും? ഇവരുടെ ഫോട്ടോ പതിപ്പിച്ച പോസ്റ്ററുകൾ നാട് മുഴുവൻ ഒത്തിക്കും. ഇവരെ ഭീകരവാദികളാക്കും, ഇവരെ തീവ്രവാദികളാക്കും, ഇവരെ പിടികിട്ടാപ്പുള്ളികളാക്കും. എന്നിട്ട് ഇവരുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വന്നിട്ട് കൊള്ളയടിക്കും. പോലീസുകാരും RSSകാരും ഇവരുടെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുക്കും. വർഷങ്ങളോളം അധ്വാനിച്ച് പ്രിയപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ച പണവും പണ്ടവും ഉൾപ്പെടെ കോടാനുകോടി രൂപയാണ് യോഗിയുടെ പോലീസും RSSകാരും വീടുകളിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം NRC വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരെ പീഡിപ്പിക്കുക. പിന്നെ നാളുകൾക്ക് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തിട്ട് എന്താ? പോലീസിന്റെ ബാരക്കിലേക്ക് 180ഉം 200ഉം ആളുകളെ തിരികെ കയറ്റും. സ്റ്റേഷനിൽ കൊണ്ടുപോയി പേരിനൊരു നടപടിയെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേഷനിലല്ല, തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കോ മറ്റ് കെട്ടിടങ്ങളിലേക്കോ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെ അതിക്രൂരമായി പീഡിപ്പിക്കും. ക്ഷീണിച്ച തളർന്നുറങ്ങാൻ പോലും സമ്മതിക്കില്ല. ആരുടെയെങ്കിലും കണ്ണൊന്നടഞ്ഞു പോയാൽ മുഖത്തെ ശക്തമായി പ്രഹരിക്കുകയോ വെള്ളമൊഴിക്കുകയോ ചെയ്യും. തോക്കും ലാത്തിയും കൊണ്ട് അവരെ അടിച്ച് അവരെ ഉണർത്തും. ഇങ്ങനെ അതിക്രൂരമായുള്ള നിലയിൽ അവരെ പീഡിപ്പിക്കുകയും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും അവരുടെ സ്വത്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ആദിത്യനാഥിന്റെ UP പോലീസ് NRC CAA വിരുദ്ധ സമരങ്ങളെ നേരിട്ടിരുന്നത്. ഇതിന്റെയൊക്കെ അവസാന ഉദാഹരണം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 2 പ്രവർത്തകരെ പിടിച്ച് ഭീകരവാദികളാക്കുന്നത്. തീർന്നിട്ടില്ല. രാജ്യത്ത് തല്ലിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് UPയിലാണ് ഏറ്റവും കൂടുതൽ. തല്ലിക്കൊലകൾ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഏറ്റവും ഭീകരമായ ഒരു തല്ലിക്കൊലയാണ്. മുഹമ്മദ് അഖ്ലാഖ് എന്ന വയോവൃദ്ധനായ മനുഷ്യൻ തന്റെ 2 ആൺമക്കളിൽ ഒരാളെ ഈ രാജ്യത്തിന്റെ പട്ടാള സേവനത്തിന് വേണ്ടി അയച്ചിരുന്ന മുഹമ്മദ് അഖ്ലാഖ് ഒരു ദിവസം പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ
മാർക്കറ്റിൽ ആട്ടിന്റെ ഇറച്ചി വിൽപ്പന നടത്തുന്നതായി അദ്ദേഹം കണ്ടു. തന്റെ വീട്ടുകാർക്കും തന്റെ മകനും ആട്ടിറച്ചി വലിയ ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം ആട്ടിറച്ചി വാങ്ങി വീട്ടിൽ കൊണ്ടുവരികയും അല്പമെടുത്ത് പാചകം ചെയ്യാൻ വീട്ടുകാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അവിടുത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ആട്ടിറച്ചി പാചകം ചെയ്യുന്നതിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നപ്പോൾ അഖ്ലാഖിന്റെ വീട്ടിൽ ഗോമാതാവിനെ പാചകം ചെയ്യുന്നു എന്ന കള്ളക്കഥ അടുത്തുള്ള ക്ഷേത്രത്തിന്റെ മൈക്കും ഓണും ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരം വിളംബരം ചെയ്യുകയും തടിയും മടിയും കല്ലുകളുമായി സംഘപരിവാർ ഭീകരവാദികൾ അഖ്ലാഖിന്റെ വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്തു. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കണം. ഈ രാജ്യത്ത് പശുവിറച്ചി തിന്നുക എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വലിയ കൊടിയ പാതകമാണോ? ഒരു മനുഷ്യനെ തല്ലിക്കൊന്നുകളയാൻ പറ്റുന്ന ഒരു കൊടിയ പാതകമാണോ പശുവിറച്ചി തിന്നുക എന്ന് പറയുന്നത്? എന്നാൽ ഈ ഭീകരവാദികൾ വീടുകളിലേക്ക് കടന്നു വന്ന് പ്രായമേറിയ മുഹമ്മദ് അഖ്ലാഖിനെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വലിച്ചിറക്കി. തടസ്സം പിടിക്കാൻ പോയ അദ്ദേഹത്തിന്റെ മറ്റൊരു മകനെയും വലിച്ചിറക്കി. കയ്യിൽ കരുന്നിരുന്നതായ തടി കൊണ്ട് തലയ്ക്കും ശരീരത്തും അടിച്ചു. വലിയ വലിയ ബ്ലോക്ക് കട്ടകളെടുത്ത് തലയിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാവം മനുഷ്യനെ അതിക്രൂരമായി തല്ലിക്കൊന്നു കളയുകയും അതിന്റെ പ്രതികളായ ആളുകളുടെ മേൽ നിസ്സാരമായ കുറ്റം ചുമത്തി വെറുതെ വിടുകയും ചെയ്തത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലാണ്. ദേശത്തെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. മുസഫർ നഗറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് ലൗജിയാദ് പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ RSSന്റെ തലതെറിച്ച കുട്ടികളും പോലീസുകാരും കയറിയിറങ്ങി, വീടുകൾ കയറിയിറങ്ങി പീഡനങ്ങൾ നടത്തി, ബലാത്സംഗം നടത്തി, പാവങ്ങളെ തല്ലിച്ചതച്ച് വീടുകൾ കയറിയിട്ട് കൊള്ളയടിച്ചിട്ട് അവർ നരനായാട്ടം നടത്തുകയായിരുന്നു മുസഫർ നഗറിൽ. എന്നിട്ട് അതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ ഓരോന്നോരോന്നായി യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ആ കേസ് വെറുതെ വിടുകയും പ്രതികളെ നിരപരാധികളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണുണ്ടത്. നമ്മൾ നോക്കണം. സർക്കാർ സ്പോൺസേഡ് കലാപങ്ങൾ നടത്തപ്പെടുകയും കലാപങ്ങളിലെ പ്രതികൾക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്.